യു എയിലെ ഫുജൈറയിൽ ഇറാന്റെ ആക്രമണ ശ്രമം തടയുന്നതിനിടെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ബംഗ്ലാദേശ് സ്വദേശിയായ യുവാവാണ് മരണപ്പെട്ടത്. ഇതുവരെ ഇറാൻ ആക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12ആയി. ഷിൻസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷിൻസ്, നേരത്തെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണം സംബന്ധിച്ച് നേരത്തെ ഷിൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ യു എയിൽ വീണ്ടും ആക്രമണം ഉണ്ടായോ? അത് തടയുന്ന മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണോ ഈ ബംഗ്ലാദേശ് സ്വദേശി മരണപ്പെട്ടത്? ഗൗതം, ഇറാന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ പ്രകോപനം അല്ലെങ്കിൽ ആക്രമണ ശ്രമങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്. അതാണ് നേരത്തെ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഉണ്ടായത്. ഇതുപോലെ തന്നെ യു എക്ക് നേരെ ഉണ്ടായ ആക്രമണ ശ്രമം, മിസൈൽ ആക്രമണ ശ്രമം തടയുന്നതിനിടെ യു എ പ്രതിരോധ സേന തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് ഒരു ബംഗ്ലാദേശ് സ്വദേശിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഫുജൈറയിലെ ഒരു ഫാമിലാണ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചിരിക്കുന്നത്. ഇതോടെ യു എയിൽ ഇറാൻ ആക്രമണം തുടങ്ങിയ ശേഷം ഏതാണ്ട് ഒരു മാസത്തോളമായിട്ടാണ് ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. യു എ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ. ഇതിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് 12 പേർക്കാണ്. പരിക്കേറ്റവർ, നിസ്സാരമായി പരിക്കേറ്റവർ 188 പേരാണ്. എല്ലാവർക്കും, ജീവൻ നഷ്ടമായവർക്കും പരിക്കേറ്റവർക്കും ഈ യു എ ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കുന്നതിനിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് എല്ലാവർക്കും പരിക്കും ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ് ഗൗതം. ഓക്കെ ഷിൻസ്, എന്തായാലും യു എക്ക് നേരെ നടന്ന ആക്രമണം ചെറുക്കുന്ന മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് ഈ ബംഗ്ലാദേശ് സ്വദേശി മരണപ്പെട്ടത്. ഷിൻസ് സെബാസ്റ്റ്യനാണ് വിവരങ്ങളുമായി ചേർന്നത്.